ഹലോ ഡിയേഴ്സ്, ഇന്ന് മെയ് 3-ാം തീയതി ഇന്നാണ് ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സൈലത്തിൻ്റെ കോഴിക്കോട് ഹൈബ്രിഡ് ക്യാമ്പസിലെ മുഴുവൻ ടീച്ചേഴ്സും ഇവിടെ ടീമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് ചെന്നിട്ട് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്നൊക്കെ കേൾക്കാം. അപ്പോൾ മക്കളെ, ഇവിടെ എൻ്റെ പിന്നിലായിട്ടുള്ള 3 ക്ലാസ് റൂമുകളിലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് ഇന്നത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്ന് എന്താണ് നടക്കുന്നത് നോക്കാം. സോ നമ്മളിപ്പോൾ ഉള്ളത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കഷൻ നടക്കുന്ന റൂമിലാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട NS മാം ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് NS മാമിനോട് ചോദിച്ചു നോക്കാം. മാം, നോക്കിയെടുത്തോളം എങ്ങനെയുണ്ട്? നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ഒരു ക്യുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ കോൺഫിഡൻ്റ് ആണ് നമ്മൾ. സുരേഷ് സാർ, എന്താണ് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോവുകയാണ്. നമ്മുടെ ഡിസ്കഷൻ ഇപ്പോൾ കയറും. അടിപൊളിയായിട്ട് നമ്മുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുന്നുള്ള കാര്യം 100% കോൺഫിഡൻ്റ് ആണ്. എന്താണ് പറയാനുള്ളത്? ഈ വർഷത്തിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുന്നത് ഉറപ്പാണ്. എന്തായാലും ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫിസിക്സിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന റൂമിലാണ്. സോ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കിട്ടിയൊരു സമയമാണ്. നമുക്ക് നമ്മുടെ ജാബിർ സാറൊക്കെ ഇവിടെ ഉണ്ട്. ജാബിർ സാർ, എങ്ങനെയുണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ? വളരെ ഈസിയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. സാധാരണ നീറ്റിന്റെ ചോദിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണ്, പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ റൂമിൽ ബോട്ടണിയുടെയും സുവോളജിയുടെയും ഡിസ്കഷനാണ് നടക്കുന്നത്. നമുക്ക് നമ്മുടെ ശ്രുതി മാം ഇവിടെ ഉണ്ട്. മാം, എങ്ങനെയുണ്ട് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ? നമ്മൾ ചെയ്യിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ക്ലാസ്സസിലും നമ്മുടെ മാരത്തോൺ ലൈവിൽ ചെയ്യിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഈസി മോഡറേറ്റ് ലെവലാണ് ഇപ്പോൾ ബോട്ടണി ക്വസ്റ്റ്യൻസ് കാണുന്നത്. ബോട്ടണി ടീം ഈസ് റെഡി. എന്താണ് പറയാനുള്ളത്? ബോട്ടണി കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത കുട്ടികൾ നമ്മൾ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെ തലേ ദിവസം മാരത്തോണിന് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. അനന്ത് സാർ, എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ ഒരു റിവ്യൂ അനുസരിച്ച് സിമ്പിൾ എക്സാമിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. എക്സാം വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ അനാലിസിസിലേക്ക് പോട്ടെ. അപ്പോൾ ആദ്യം സാർ ബാക്കി അല്ലേ? മാം, എന്താണ് പറയാനുള്ളത് ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ പറ്റി? റിവിഷൻ നമ്മൾ ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ സാധനം വന്നിട്ടുണ്ട്. സോ ഇവിടെയുള്ള ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വർഷത്തെ നീറ്റിന്റെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഈസി ആണെന്നാണ്. സൈലത്തിന്റെ ലൈവുകളിൽ ചെയ്തിട്ടുള്ള, സൈലത്തിന്റെ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും. സോ നിങ്ങളോട് പറയാനുള്ളത്, സൈലത്തെ ട്രസ്റ്റ് ചെയ്ത് സൈലത്തോടൊപ്പം വരികയാണെങ്കിൽ ഈ വർഷത്തെ നീറ്റ് സൈലത്തിന്റെ സ്റ്റുഡൻസ് നോക്കിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ നാഷണൽ ടോപ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൈലത്തിന്റെ കൂടെ വരിക, ഗംഭീരമായിട്ട് പഠിക്കാം.